Assalamu alaikum. My name is Fatima Insha from UCQ. നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമല്ലേ? ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് മുത്തുനബിയും പെരുങ്കള്ളനും. മുത്തുനബിയുടെ കാലത്ത് മഹാനുണയനും പെരുങ്കള്ളനുമായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. മദ്യപാനം, പിടിച്ചുപറി, അടിപിടി മുതലായ എല്ലാ ദുശ്ശീലങ്ങളും അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ മദീനയിൽ മുത്തുനബിയെ സംരക്ഷിക്കാൻ ആളുകളെത്തി. കൂട്ടത്തിൽ അയാളും ഉണ്ടായിരുന്നു. അയാളെ മനസ്സിലാക്കിയ മുത്തുനബി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, മകനെ, നിന്റെ ശീലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിക്കുവാൻ നീ തയ്യാറാണോ? മുത്തുനബി പറയുകയല്ല, അയാൾ അത് സമ്മതിച്ചു. ശരി, ഇന്ന് മുതൽ നീ കളവ് പറയരുത്. മുത്തുനബി പറയുകയല്ലേ, അയാൾ അത് സമ്മതിച്ചു. ശരി, ഇന്ന് മുതൽ ഞാൻ കളവ് പറയില്ലെന്ന് ഇതാ ഉറപ്പ് തരുന്നു. ഇത് സത്യം, അയാൾ ശപഥം ചെയ്തു. ഇന്ന് മുതൽ ഞാൻ നുണ പറയില്ല എന്ന് ഇതാ ഉറപ്പ് തരുന്നു. മുത്തുനബിയുടെ അടുത്ത് നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ ഒരു വലിയ ഈന്തപ്പഴത്തോട്ടം കണ്ടു. ഹായ്, പഴുത്തു പാകമായ ഈന്തപ്പഴങ്ങൾ, നല്ല കോളടിച്ചത് തന്നെ. ഇന്ന് രാത്രി എല്ലാം വന്ന് മോഷ്ടിക്കണം എന്ന് പറഞ്ഞാണ് അവിടുന്ന് നടന്നു നീങ്ങിയത്. പക്ഷെ പെട്ടെന്ന് ഉയർന്നു വന്ന മറ്റൊരു ചിന്ത ആ മനസ്സിനെ അസ്വസ്ഥമാക്കി. നാളെ ആരെങ്കിലും ചോദിച്ചാലോ? മോഷ്ടിച്ചില്ല പറയാൻ പറ്റില്ലല്ലോ, കള്ളമാകുമല്ലോ. കള്ളം പറഞ്ഞാൽ മുത്തുനബി ശപിക്കും, സത്യം പറഞ്ഞാലോ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്ത് ചെയ്യണം? മോഷ്ടിക്കണോ വേണ്ടയോ? അയാൾ ധർമ്മസങ്കടത്തിലായി. അയാൾ കുറേ ആലോചിച്ചു. ഒടുവിൽ മോഷ്ടിക്കണ്ട എന്ന് വെച്ചു. അതോടെ മോഷണവും എന്നേക്കുമായി ഉപേക്ഷിച്ചു. മറ്റു ദുശ്ശീലങ്ങളുടെ കാര്യത്തിലും ഇതുതന്നെ ആയിരുന്നു സ്ഥിതി. അങ്ങനെ കളവ് പറയില്ലെന്ന് ഒരൊറ്റ തീരുമാനം കൊണ്ട് എല്ലാ ദുശ്ശീലങ്ങളും മാറി. ശിഷ്ടകാലം അധ്വാനിച്ച് നല്ലൊരാളായി ജീവിക്കുകയും ചെയ്തു. മാഷാ അല്ലാഹ്. ഇത്രയും പറഞ്ഞു ഞാൻ എൻ്റെ കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.